ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം വേളി ഭാഗത്തുള്ള ഒരു കടൽ തീരമാണ് ഈ കാണുന്നത്. ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് വേളി ടൂറിസ്റ്റ് വില്ലേജ്. വല്ലപ്പോഴും ഈ കടൽ തീരത്ത് വൈകുന്നേരങ്ങൾ വന്നിരിക്കാറുണ്ട്. നമ്മൾ വാർത്തയിൽ കണ്ടതാണല്ലോ കൊച്ചിയിൽ ഷിപ്പ് മുങ്ങിയതും കണ്ടെയ്നറുകൾ ഒഴുകി നടക്കുന്നതും അതിനകത്തുള്ള ചാക്കുകെട്ടുകളിൽ നിന്ന് ഓരോ സാധനങ്ങൾ കടൽത്തീരത്ത് അടിഞ്ഞുകൂടിയതും ഒക്കെ കണ്ടതാണ്. പക്ഷേ ഇതൊന്നും അറിയാതെയാണ് ഞാൻ ഇവിടേക്ക് വരുന്നത്. ഈ കാണുന്ന പോലെ കടൽത്തീരത്ത് നല്ല മുട്ടുകൾ വാരി വിതറിയതുപോലെ നിറച്ച് കിടക്കുന്നുണ്ട്. പലർക്കും ഇത് എന്താണെന്ന് അറിയില്ല. എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ട്. അതെന്താണെന്ന് അറിയാൻ വേണ്ടി കുറച്ച് വാരിയെടുത്ത് നോക്കി. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ മുത്തുകൾ പോലെയാണ് തോന്നിയത്. ന്യൂസ് ചാനലിലെല്ലാം ഇതിനെക്കുറിച്ച് കേട്ടതാണ്. എങ്കിലും നേരിട്ട് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി. കടൽ തീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇതുപോലെ ചാക്കുകെട്ടുകൾ കിടപ്പുണ്ട്. അതിൽ നിന്നും പൊട്ടിയ ഇതുപോലുള്ള മുത്തുമണികൾ വാരി വിതറിയതുപോലെയും കിടക്കുന്നുണ്ട്. ദൂരെയായിട്ട് കണ്ടെയ്നറിൻ്റെ പൊളിഞ്ഞ ഭാഗങ്ങളും വെള്ളത്തിൽ ഒഴുകുന്നത് കാണുന്നു. അതിനടുത്തേക്ക് പോയി ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ച് നടക്കുമ്പോൾ ഇതുപോലെ ഒരുപാട് ചാക്കുകൾ പല ഭാഗങ്ങളിലും കിടക്കുന്നത് കാണാം. ഓരോ ചാക്കിന് 25 കിലോ വെയിറ്റ് ഉണ്ട്. അങ്ങനെയാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ഇത് മനുഷ്യർക്ക് യാതൊരുവിധ ദോഷവും ചെയ്യുന്നതുമല്ല. എല്ലാ ചാക്കിലും ഇത് തന്നെയാണോ? ചിലപ്പോൾ ഡയമണ്ട് കിട്ടിയാലോ എന്ന് കരുതിയിട്ട് ഞങ്ങളൊന്ന് പൊട്ടിച്ചു നോക്കി. അപ്പോൾ നല്ല ഒന്നാം തരം പ്ലാസ്റ്റിക്കിൻ്റെ ഡയമണ്ടാണ് കിട്ടിയത്. കാണാൻ എന്ത് ഭംഗിയാണ് അല്ലേ? പക്ഷേ അത് നമുക്ക് എന്തെങ്കിലും ദോഷമുള്ളതാണെങ്കിലോ എന്ന് കരുതിയിട്ട് അവിടെ തന്നെ കളഞ്ഞിട്ട് വരികയാണ് ചെയ്തത്. ഇത് കാണാൻ വേണ്ടിയിട്ട് ഒത്തിരി പേര് വരുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട്. അതൊന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ചിലർക്കത് ഇഷ്ടമാവില്ലല്ലോ. അത് കാരണം തീരത്ത് ആരുമില്ലാത്തൊരു രീതിയിലാണ് വീഡിയോ എടുത്തിരിക്കുന്നത്. മുൻപും വല്ലപ്പോഴും ഈ ബീച്ചിൽ ഞങ്ങൾ വരാറുണ്ടായിരുന്നു. അപ്പോൾ ആഴക്കടലിലും പുറംകടലിലും എല്ലാം വലിയ ബോട്ടുകളും ചെറിയ വള്ളങ്ങളിലും മത്സ്യബന്ധനത്തിന് പോകുന്ന ഒരുപാട് പേരെ കാണാമായിരുന്നു. പക്ഷേ ഇന്നലെ ഒരു ബോട്ട് പോലും ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല. മുത്തുമണികൾ പോലെ കാണുന്ന ഈ വസ്തുക്കൾ മത്സ്യത്തിന് എന്തെങ്കിലും ദോഷം ചെയ്യുന്നതാണെങ്കിൽ മത്സ്യങ്ങൾ ചത്തുപോകുന്ന ഒരവസ്ഥ ഉണ്ടാകുമായിരുന്നു. ഇത് അപ്പോൾ ആർക്കും ഒരു ദോഷം ഉണ്ടാക്കുന്ന ഒരു വസ്തുവല്ല എന്നാണ് ന്യൂസിലൊക്കെ പറഞ്ഞു കേട്ടത്. ഇതുപോലെ കടൽ തീരത്ത് പോയപ്പോൾ കണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യണേ. അതുപോലെ വീഡിയോ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ദൂരെ നിന്ന് നോക്കിയാൽ കല്ലുപ്പ് വാരി വിതറി ഇട്ടിരിക്കുന്നത് പോലെ തോന്നുള്ളൂ. അതെന്താണെന്ന് നമുക്ക് കയ്യിലെടുത്ത് നോക്കുന്നത് വരെ മനസ്സിലായില്ല. അതുകൊണ്ടാണ് കയ്യിലെടുത്ത് നോക്കിയത്. ശരിക്കും നല്ല ഭംഗിയുള്ള മുത്തുമണികൾ പോലെയുണ്ട്. ഇത് മനുഷ്യനോ മത്സ്യത്തിനോ ഒരു ദോഷകരമല്ല എന്ന് പറഞ്ഞെങ്കിലും കുറച്ച് നാളത്തേക്ക് നമുക്ക് മീൻ വാങ്ങി കഴിക്കാനായിട്ട് കുറച്ച് മടിയുള്ളതായിട്ട് തോന്നുന്നുണ്ട്. കടൽ നല്ല ശോഭിച്ച് നിൽക്കുന്ന ഒരവസ്ഥയാണ്. എങ്കിലും വരുന്ന ആൾക്കാർ കാലെങ്കിലും നനയ്ക്കാതെ പോകാറില്ല. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം.